മാരാരുടെ ഒരു പുസ്തകം. ഈ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. ഏടുകൾ മറിച്ചപ്പോൾ ഓർമ്മയിൽ വന്നതാണ്. ആ പുസ്തകത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. പാഴായിപ്പോയ പരീക്ഷണം എന്നാണ് ഹെഡിങ്. അതിൽ പറഞ്ഞു, ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ കോലീബി സഖ്യം ഉണ്ടാക്കി എന്നത് സത്യമായിരുന്നു എന്ന്. പക്ഷേ ആ പരീക്ഷണം പാഴായിപ്പോയി എന്നാണ്. വിശദീകരണം ധാരാളമുണ്ട്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ സഖാഫി MP-യുടെ പ്രസംഗം കേട്ടപ്പോൾ അത് ഓർമ്മയിൽ വരികയാണ്. അതിനൊരു പുനർവായന ഇന്ന് ആവശ്യപ്പെടുന്നില്ലേ? ഈ UDF-ന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തേക്ക് വന്നപ്പോൾ ഞെട്ടിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൻ്റെ പിറകിലുണ്ട്. ഒന്ന്, ഷാഫി പറമ്പിലിൻ്റെ സ്ഥാനാർത്ഥിത്വം. പട്ടാമ്പിയിൽ പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ വടകര വന്ന് വിജയിച്ചാൽ ഉണ്ടാവുന്നത് പാലക്കാട് അസംബ്ലിയിലൂടെ BJPക്ക് കേരള നിയമസഭയിൽ പ്രാതിനിധ്യമാണോ ലക്ഷ്യമാക്കുന്നത്? അവിടെ രണ്ടാം കക്ഷി BJP ആണല്ലോ. 3000 വോട്ടിന് മാത്രം കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു ഷാഫി പറമ്പിൽ. പിരായിരി പഞ്ചായത്താണ് അവസാനം എണ്ണിയത്. ആ പഞ്ചായത്തിൽ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇന്നവിടെ ആകെ പ്രശ്നമാണ്. അപ്പൊ ഷാഫി ഇവിടെ ജയിക്കുകയാണെങ്കിൽ പാലക്കാട് അടുത്ത ഊഴമാർക്ക് അസംബ്ലിയിലേക്ക് BJPക്കാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ ഇപ്പോഴത്തെ കണക്ക് വെച്ച്. അപ്പൊ ഷാഫിയെ ജയിപ്പിക്കാനുള്ള ബാധ്യത ആർക്കാ? അവിടെ ഇരിക്കട്ടെ. ആലപ്പുഴയിലോ? ആലപ്പുഴയിൽ KC വേണുഗോപാൽ ജയിച്ചാൽ തീർച്ചയായും ഒരു രാജ്യസഭ MP BJPക്ക് കിട്ടില്ലേ? രാജസ്ഥാനിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ രാജ്യസഭയിലേക്ക് ജയിക്കുന്നത് ഒരു BJP ആയിരിക്കും. അപ്പോൾ KC വേണുഗോപാലിനെ വിജയിപ്പിക്കാനുള്ള ബാധ്യത ആർക്കാ? ഉത്തരം തരേണ്ട ചോദ്യമാണ്. വീണ്ടും ഒരു കോലീബി മണക്കുന്നുവോ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വീണ്ടും അങ്ങനെയുണ്ടോ? പ്രബുദ്ധരായ കേരള ജനത ജാഗ്രതയോടെ സമീപിക്കേണ്ട ഒരു വിഷയമാണത്. ഞാൻ അതിലേക്ക് കാര്യമായി കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു തവണ പൊന്നാനിയിലെ 7 അസംബ്ലി സെഗ്മെന്റ്സും പൂർത്തിയാക്കി വന്നപ്പോൾ എന്തെന്നില്ലാത്തൊരു ആത്മവിശ്വാസമുണ്ട്. വളരെ സജീവമായി ഇടതുപക്ഷ ക്യാമ്പുകൾ ഉണർന്നു കഴിഞ്ഞിരുന്നു. വളരെ നേരത്തെ ചുവരെഴുത്തുകളൊക്കെ തുടങ്ങി. അതെന്നോട് KT ജലീൽ പറഞ്ഞിരുന്നു, ചിഹ്നം ഇതന്നെ എടുക്കണം കേട്ടോ എന്നിടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയാറുണ്ട്. അതാണ് കാരണമെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. 19 കൊല്ലത്തിന് ശേഷം പാർലമെന്റിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ആദ്യമായി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യാൻ കിട്ടിയ അവസരം നിങ്ങൾ ആഘോഷിക്കുന്നു എന്ന് അനുഭവത്തിൽ ബോധ്യമായി. അതിൻ്റെ ആളുകൾ, ഇടതുപക്ഷത്ത് വേറെയും കക്ഷികളുണ്ട്. പണ്ടത്തെ ഒരു വിപ്ലവ ഗാനം ഓർമ്മയിൽ വരുന്നുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട്, താരകൾ തൻ തണുത്ത സിരകളിലും ചോര പായിച്ച വിപ്ലവാവേശമേ, വാനിലാടുമീ കൊടിക്കൊരു കൊയ്ത്തരിവാളിണക്കി നീ വാർമതിലേഖയാൽ. പഴയൊരു വിപ്ലവഗാനാണ്, അത് ഓർമ്മ വരികയാണ്. അത്ര ആവേശമാണ് ഈ കൊയ്ത്തരിവാളും. അതിനുശേഷം അതിന് പറയുന്നത്, അനന്തവിഹായസില് ചിറകില്ലാതെ പറന്ന് മേഘക്കീറുകൾക്കുള്ളിൽ നിന്നും ആ ഉജ്ജ്വലമായ നക്ഷത്രമുണ്ടല്ലോ, രക്തസാക്ഷി തന്റെ പറ്റാത്ത ചൈതന്യം പോലുണ്ടൊരു ഉജ്ജ്വല താരക എന്നാ പറഞ്ഞത്. അത് എടുത്തുകൊണ്ടുവന്ന് ഞാൻ പറന്നുപോയി എടുത്തുകൊണ്ട് ഈ കൊടിക്കുറയിൽ ചേർത്താൻ പോകുകയാണ് എന്നാണ് ഇതിന് ശേഷം പറയുന്നത്. അത്ര ഒരു ആവേശം അണികളെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെനിക്ക് എല്ലാ മേഖലയിലും ദൃശ്യമാണ്. വളരെ വലിയ ആവേശത്തിലാണ്. പിന്നെ നമ്മുടെ മന്ത്രി അബ്ദുറഹ്മാൻ ഒരു ചെറിയ കപ്പിനും ചുണ്ടിനുമിടയിലാണ്, അല്ലെ കപ്പിനും ശ്വാസറിനുമിടയിലാണ് ഈ മണ്ഡലം നഷ്ടപ്പെട്ടത്. കപ്പിനും ചുണ്ടിനും ശ്വാസറായിരുന്നല്ലോ ചിഹ്നം. ചുണ്ടിനും കപ്പിനുമിടയിൽ മണ്ഡലം നഷ്ടപ്പെട്ടു. എത്ര വോട്ടിനാണ് തോറ്റത്? അബ്ദുറഹ്മാൻ അന്ന് തോറ്റത് 12 വോട്ടിനാണ്. അതെ, ഒരു ബൂത്തിൽ നിന്ന് 12 വോട്ട് മറിഞ്ഞാൽ ജയിക്കുമായിരുന്നല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ഇവിടുത്തെ ബലാബലം. കഴിഞ്ഞ പ്രാവശ്യത്തെ കുത്തൊഴുക്ക് നോക്കണ്ട.
അതാണ് ഇവിടുത്തെ ബലാബലം. ഒന്നാഞ്ഞു പിടിച്ചാൽ ഈ മണ്ഡലം ഇങ്ങോട്ട് കയ്യിൽ പോരും, ഒരു സംശയവുമില്ല. കാലക്കൂടി തന്നെ പ്രവർത്തനങ്ങളൊക്കെയായി. പക്ഷേ ഇന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ച ഗൗരവതരമായ കാര്യങ്ങൾ വീടുകളിൽ പോയി നാം സംവദിക്കേണ്ടതുണ്ട്. പരമ്പരാഗതമായ തെരഞ്ഞെടുപ്പ് രീതി പ്രവർത്തനങ്ങൾ മാറ്റണം. പകരം അന്ന് ചിലപ്പോൾ കാണാറുണ്ട് 5-10 ആളുകൾ പോകും, 5 ആളുകൾ റോട്ടിൽ നിൽക്കും, 4 ആളുകൾ മുറ്റത്ത് പോകും, ഒരാൾ വീട്ടിൽ കയറും, ബെല്ലടിക്കും, ആളുണ്ടോ ചോദിക്കും, സ്ഥാനാർത്ഥിൻ്റെ ആളാണ്, വോട്ട് ചെയ്യണം. അതിൽ കാര്യമില്ല. ഇത് എം വി ഗോവിന്ദൻ മാഷിയുടെ പ്രസംഗിച്ച പല കാര്യങ്ങളുണ്ടല്ലോ. ഇന്ത്യ രാജ്യം നിലനിൽക്കണോ എന്നതാണ് ചോദ്യം. ഇനി ഒരു തെരഞ്ഞെടുപ്പ് പോലും സ്വപ്നത്തിൽ മാത്രമേ ഉണ്ടാവൂ. BJP ജയിച്ചാൽ അർദ്ധരാത്രിയിൽ പോലും ഭരണഘടനാ ഭേദഗതിക്ക് ഒപ്പുചേർത്താൻ കാത്തിരിക്കുന്ന ഒരു രാഷ്ട്രപതിയുമുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ വിഷയം, വീടുകളിൽ നിങ്ങൾ എല്ലാവരും പോകുമ്പോൾ എല്ലാവരും വീട്ടിൽ കയറണം, എല്ലാവരും ഒരുമിച്ചിരിക്കണം, വീട്ടുകാരനെ വിളിച്ചു വരുത്തണം. പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ടാവും. മലബാറിലെ ഒരു പ്രത്യേകതയുള്ളത്, പല വീടുകളിലും തെരഞ്ഞെടുപ്പിന്റെ സന്ദേശം സ്ത്രീകളിൽ എത്തിക്കാൻ കഴിയാതെ പോവാറുണ്ട്. അതുകൊണ്ട് പരമ്പരാഗതമായി ഒറ്റ ചിഹ്നത്തിൽ കുത്തും. അതുപോലെ ഞങ്ങളുടെ വോട്ടറല്ലേ, മുഖമൊന്ന് കണ്ടോട്ടെ, തിരിച്ചറിയാൻ വേണ്ടിയാണ്, കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാൽ പോകുന്ന കൂട്ടത്തിലൊക്കെ ബഹുമാന്യന്മാരൊക്കെ ഉണ്ടാവുമല്ലോ. ഗൗരവതരമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബോധ്യപ്പെടും. കൂടെയുള്ള ആളുകൾ കൂടി, നമ്മുടെ കൂടെയുള്ള ആളുകൾ കയ്യും കെട്ടി അങ്ങനെ കാത്ത് ചെവി കൂർപ്പിച്ച് കാത് കൂർപ്പിച്ച് അത് കേട്ടിരിക്കണം നമ്മുടെ ക്യാപ്റ്റൻ പറയുന്നത്. എന്നാൽ വീട്ടുകാരനും ഗൗരവത്തിലെടുക്കും. അല്ലാതെ പകുതി ആളുകൾ റോട്ടിൽ, കുറച്ച് ആളുകൾ മുറ്റത്ത്, അതെന്തേലും പൂവുന്നുള്ളൂ അല്ലെങ്കിൽ ചെടിയൊക്കെ വെച്ച്, അങ്ങനത്തെ പരിപാടികളൊക്കെ മാറ്റി നമ്മൾ സീരിയസ് ആയ ഒരു കാര്യം പറയാനാണ് വന്നത് എന്നൊരു ബോധം വീട്ടുകാർക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു നല്ല മർമറിങ് ക്യാമ്പയിൻ നിങ്ങൾ നടത്തി നോക്കൂ. മണ്ഡലം കൂടെ കയ്യിൽ പോരും, ഒരു പ്രശ്നവുമില്ല. പൊന്നാനി ഒരു പുകയാണെന്നാണ് ഇവർ പറഞ്ഞത്. എൻ്റെ പഴയ പാർട്ടിയുടെ നേതാവ് ഒരിക്കൽ പറഞ്ഞത്, ഇത് പൊന്നാനിയിലെ മത്സരം ഒരു പുക മാത്രം, പുകയല്ല, ഇത് കത്തുവാനായി. പണ്ടൊരിക്കൽ വയലാർ പാടിയുണ്ടായി, അത്ര പെട്ടെന്നു കെട്ടടങ്ങില്ല ഇനി കത്തുവാനായി പുകയും ഈ തീമല, ചുട്ടരിക്കും അത് ചുട്ടരിക്കും കനത്ത കൂരിരുട്ടിൻ കനത്ത ചുവരുകൾക്കുള്ളിലെ ചെങ്കോൽ പുരകളെ എന്ന് പറയണ്ടായി. എന്നതുപോലെ തന്നെ ഇതത്ര പെട്ടെന്ന് കെട്ടടങ്ങില്ല. നമ്മൾ മത്സരിക്കുന്നത് ലീഗിനോടല്ല, നമ്മൾ മത്സരിക്കുന്നത് കോൺഗ്രസിനോടല്ല, UDF-നോടുമല്ല, നമ്മൾ മത്സരിക്കുന്നത് സംഘപരിവാരങ്ങളോടാണ് മത്സരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് അതിലേക്ക് തന്നെ കൊണ്ടുവരണം. സംഘപരിവാരങ്ങളോടാണ് മത്സരിക്കുന്നത്. സംഘപരിവാരത്തെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയാൽ പകരം കയറ്റാൻ ഇന്ത്യ എന്ന മുന്നണി മാത്രമാണുള്ളത്. ഇന്ത്യ മുന്നണി മാത്രമാണ്. അതിലെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് LDF, ഇടത് ജനാധിപത്യ മുന്നണി. അതിലുള്ള മറ്റു ചില ഘടകകക്ഷികൾക്ക് മോഡിയുടെ അതേ ശബ്ദം തന്നെ, സംഘപരിവാറിന്റെ അതേ ശബ്ദം തന്നെ കേട്ടാൽ പിന്നെ ഒരേ തൂവൽ പക്ഷികളായി പോകുമ്പോൾ എങ്ങനെ അവർ വിശ്വാസം അർപ്പിക്കും? അതുകൊണ്ട് LDF-ലാണ് വിശ്വാസം അർപ്പിക്കാൻ കഴിയുള്ളൂ. കൊല്ലരുത്, അത് മനുഷ്യനാണ് എന്ന് പറയാൻ, ചങ്കൂറ്റത്തോടു കൂടി പറയാൻ ഇടതു ജനാധിപത്യ, ഇടതു ബോധമുള്ള, ഇടതു മെന്റാലിറ്റിയുള്ള പ്രതിനിധികൾ ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവേണ്ടതുണ്ട്. അത് ഉറപ്പിക്കാനാണ്. നിങ്ങൾ ധൈര്യമായിരുന്നോളൂ, ഇത്തവണ ജയിക്കുക തന്നെ ചെയ്യും. ആരും നിരാശരാവേണ്ടതില്ല. നാളത്തെ പ്രഭാതത്തിൽ സിന്ദൂരാരുണ ജ്വാലാനാളങ്ങൾ പറയും ഈ ഇടതു മുന്നേറ്റത്തിന്റെ ഇതിഹാസം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം വിരമിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ ഈ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഈ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. ഞാൻ നിങ്ങളിൽ ഒരാളായി നിങ്ങളുടെ കൂടെയുണ്ടാവും. ജയിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ MP ആയി നിങ്ങളുടെ കൂടെയുണ്ടാകും. താങ്ക് യു.